എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഫിനാലെ വോട്ടിംഗ് അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുമ്പോൾ വോട്ടിംഗിൽ അപ്രതീക്ഷിത അട്ടിമറികളാണ് നടന്നിരിക്കുന്നത്. ആരാകും ഇത്തവണ കപ്പ് നേടുക എന്ന് അറിയാൻ ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാഴാഴ്ച രാത്രി 8:30 വരെയുള്ള വോട്ട് റിസൾട്ട് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾക്കും വോട്ടിംഗ് റിസൾട്ടിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വോട്ടിംഗിൽ അവസാന സ്ഥാനത്ത് വീണ്ടും അട്ടിമറി നടന്നിരിക്കുകയാണ്. ഇതുവരെ അവസാന സ്ഥാനത്തായിരുന്ന അഭിഷേക് മുന്നോട്ട് എത്തിയതോടെ ഋഷി 3,63,280 വോട്ടുകൾ നേടി അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നിരുന്നാലും അഭിഷേകിന് തൊട്ടുപുറകിൽ തന്നെ ഋഷി നിലകൊള്ളുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വോട്ടിംഗിൽ പിന്നിലേക്ക് പോയ അഭിഷേക് മികച്ച പ്രകടനം നടത്തി ഋഷിയെ മറികടന്ന് 4ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. 3,71,485 വോട്ടുകൾ നേടിയാണ് അഭിഷേകിന്റെ മുന്നേറ്റം. 3ാം സ്ഥാനത്ത് യാതൊരു മാറ്റവും ഇല്ലാതെ ജാസ്മിൻ തന്നെ തുടരുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ ജാസ്മിന് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3,86,088 വോട്ടുകൾ ആണ് ജാസ്മിൻ നേടിയിരിക്കുന്നത്. ഇതുവരെ 1ാം സ്ഥാനം അടക്കി ഭരിച്ച ജിൻഡോയെ പിന്നിലാക്കി 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് അർജുൻ. അതോടെ ജിൻഡോ വീണ്ടും 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഈ ആഴ്ചത്തെ വോട്ടിംഗിൽ ഇത് 2ാം തവണയാണ് ജിൻഡോയെ മറികടന്ന് അർജുൻ 1ാം സ്ഥാനം സ്വന്തമാക്കുന്നത്. ഇരുവരും തമ്മിൽ നേരിയ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും 3,92,547 വോട്ടുകൾ നേടി ജിൻഡോ 2ാം സ്ഥാനത്തും മികച്ച പ്രേക്ഷക പിന്തുണയോടെ 3,96,805 വോട്ടുകൾ നേടി അർജുൻ 1ാം സ്ഥാനത്തും തുടരുന്നു. ഇന്ന് മിഡ്വീക്ക് എവിക്ഷനിലൂടെ ശ്രീതു പുറത്തായത് അർജുൻ പോസിറ്റീവായി ബാധിച്ചു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ശ്രീജുൻ ഫാൻസിന്റെ വോട്ടുകൾ കൂടി എത്തിയതോടെ വോട്ടിംഗിൽ അർജുൻ തലപ്പത്തേക്ക് ഉയർന്നു. ഇങ്ങനെ പോയാൽ ഈ സീസണിലെ കപ്പ് അർജുൻ കൊണ്ടുപോകും എന്നത് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസണിലെ വിന്നർ ആവാൻ അർജുൻ യോഗ്യനാണോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾക്കും വോട്ടിംഗ് റിസൾട്ടിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.